ഞാൻ ഞെട്ടിപ്പോവാ. യാതൊരു പ്രകോപനമില്ല, എന്തോന്ന് പോലും പറയുന്നത്. നേരെ കൊണ്ട് സിനിമ സ്റ്റൈലിൽ കൊണ്ട് വരുക. അടുത്തതായിട്ട് ഇത് കണ്ടു നോക്കും. ഞങ്ങളേ പിന്നെ പത്തനാപുരം ടൗണിൽ യാതൊരു സി എ വരുക, ഒരാൾ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നായിരുന്നു. അപ്പോൾ യാതൊരു പ്രകോപനമില്ല. ഞങ്ങളൊന്ന് അദ്ദേഹം വളരെ ഇൻസൾട്ടൊക്കെ ചെയ്ത് ഞങ്ങളവിടെ നിൽക്കുക, കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ ആളുകളൊക്കെ ഉണ്ട്, പബ്ലിക്കൊക്കെ നടന്നു പോവുക, വേറെ ആളുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോവുക. യാതൊരു പ്രകോപനമില്ല, എന്തോന്ന് പോലും പറയുന്നത്. നേരെ കൊണ്ട് സിനിമ സ്റ്റൈലിൽ കൊണ്ട് വരിക. എസ് ഐയും വരുന്നു, സി ഐയും വരുന്നു, പോലീസുകാരോട് കുറേ പേര് വരുന്നു. വന്നിട്ട് ഞാൻ വലിച്ച് അയച്ചുകൊണ്ട് പോവുക. എന്താണെന്ന് പറയണ്ടേ, പറഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലും കരിങ്കൊടി ഉണ്ടോ? ഞങ്ങൾ കരിങ്കൊടി ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ ചായ കുടിച്ചിട്ട് ബേക്കറിയിൽ നിന്ന് മറ്റുള്ള ആളുകളെല്ലാം പോലീസ് വന്നപ്പോൾ മേടിച്ച് മാറിപ്പോയി കണ്ടോ. ഞങ്ങളെ കണ്ട് പിടിച്ച് വലിച്ചുകൊണ്ട് പോവാം. ഈ നാട്ടിൽ ചായ കുടിക്കാനും പറ്റത്തില്ല, ഒരിടത്ത് നിന്ന് ഒരു ആശയവിനിമയം നടത്താനും സമ്മതിക്കുക. പകല് സിനിമ സ്റ്റൈലാണ് പിടിച്ച് വലിച്ചയച്ചുകൊണ്ട് പോവാം. അപ്പോൾ ഇവിടെ എത്രയോ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇടപെട്ട ആളുകൾ ഇപ്പോഴും മുങ്ങി നടക്കുന്നു. അവരെയൊക്കെ വന്ന് അറസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ഞങ്ങളെ ഒന്ന് അറസ്റ്റ് ചെയ്യേണ്ടത്. ഞങ്ങളെ അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ ഈ പൊതുപ്രവർത്തകരായിട്ടുള്ളവരാ, പത്തനാപുരത്ത് താമസിക്കുന്നവരാ, പത്തനാപുരത്ത് എല്ലാ സമയത്തുള്ളവരെ അവർ വലിച്ചയച്ചുകൊണ്ട് പോവാം. അത് കഴിഞ്ഞിട്ട് മുണ്ടും ഊരി പോയി അതിനകത്ത്. അപ്പോൾ അത്രയും മോശമായിട്ടാണ് ഞങ്ങളെ പബ്ലിക് മൊത്തം ഞെട്ടിപ്പോയി. യാതൊരു പ്രകോപനവും ഇല്ലാതെ പത്തനാപുരത്തെ SHOയും പത്തനാപുരത്തെ സർക്കിളും SIയും കൂടി വന്ന് ഞങ്ങളെ പിടിച്ച് വലിച്ച് കുറച്ച് DYFIക്കാരും 3-4 DYFIക്കാരും വന്ന് പോലീസ് ജീപ്പിൽ കയറ്റുക. അപ്പോൾ അവിടെ നിന്ന പബ്ലിക്കൊക്കെ ആകെ പേടിച്ചു. എന്തോ പഞ്ചായത്ത് മെമ്പറേയും നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരാളെയും യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന ഭാരമായിട്ടിരുന്ന ഒരാളെയും കൂടി പോലീസ് ഇങ്ങനെ അകാരണമായി പിടിച്ചുകൊണ്ട് പോകുന്നതാണ് അവിടുത്തെ ജനങ്ങൾ. നിങ്ങൾക്ക് ജനങ്ങളെ അവിടുത്തെ അവരുമായിട്ട് കരിങ്കൊടി കാണിക്കാൻ വന്നവരാണോ? ആരെ കരിങ്കൊടി കാണിക്കാനാ? മുഖ്യമന്ത്രി അതുവഴി പോകുന്നൊന്നും ഒന്നും ഞങ്ങൾക്കറിയത്തില്ല. യാതൊരു ഇൻഫർമേഷൻ ഞങ്ങൾക്കില്ല. പിന്നെ അങ്ങനെ ഞങ്ങളെങ്ങനെ അറിയും മുഖ്യമന്ത്രി അതുവഴി പോകുന്നു എന്നുള്ളത്? എന്തെങ്കിലും ഞങ്ങളെ ആര് വിളിച്ചു പറയാനാണ്? കരിങ്കൊടി കാണിക്കാൻ വന്നതല്ല, മുഖ്യമന്ത്രി വരുന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞതുപോലും. രാവിലെ മുഖ്യമന്ത്രി വരുമെന്ന് അറിയിച്ചിട്ട് അത് മാറ്റിവെച്ചു. അപ്പോൾ അതുകൊണ്ട് പോലീസുകാരൻ ഡിസ്പേഷനായി പോയി. അവിടെ പോലീസുകാരും ഇല്ല, ആരുമില്ല. ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ പാർട്ടിക്കാരെല്ലാം അവിടെ ഇരുന്ന് സംസാരിച്ചു, ചായ കുടിച്ചു. അതിനുശേഷം ബേക്കറിയിൽ നിന്ന് ഇറങ്ങി വന്ന് പുറത്ത് നിന്ന് ഒരു DYFIയുടെ ഒരു പ്രവർത്തകൻ ഞങ്ങളോട് നിന്ന് കുറേ നേരം സംസാരിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അനീഷുമായിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കുറച്ച് പോലീസുകാരും DYFIക്കാരും കടന്നു വരുന്നത്. അപ്പോൾ DYFIക്കാരെ പഠിച്ച് ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഇറങ്ങി നടക്കണ്ടേ? ഞങ്ങൾക്ക് പൊതുപ്രവർത്തനം നടത്തണ്ടേ? ഞങ്ങളൊരു ക്രൈമിലും നോൺ ബെയിലബിൾ കേസിൽ പ്രതികളല്ല. ഞങ്ങളൊരു ക്രിമിനൽ ആക്ടിവിറ്റി പങ്കെടുക്കാൻ വന്ന് നിൽക്കുന്നവരല്ല. ഞങ്ങൾ പൊതുപ്രവർത്തകർ അവിടെ വന്ന് നിൽക്കുമ്പോൾ എന്താണ് കാര്യമെന്നെങ്കിലും ചോദിക്കണ്ടേ?